സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 42 അധ്യായം 3 വാക്യം വായിക്കാം. ചതഞ്ഞയോട് അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ ഉള്ളതായ ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. അതിൽ 42 അധ്യായം തുടക്കം മുതൽ തന്നെ ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുകയില്ല. ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തം പ്രാപിച്ച, ദൈവിക അരുളപ്പാട് പ്രാപിച്ച ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീയും അങ്ങനെ ഒരുവനായിരിക്കാം. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഓടി, ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവനാമത്തിന് വേണ്ടി നിന്നു. എന്നാൽ ഇന്ന് ഒരു ചതഞ്ഞ ഓടയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാതെ തകർന്നവനായിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ ചതഞ്ഞയോട ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തില്ല. അന്ത്യമായി ഇനി എന്നെയും കൊണ്ട് ഒരു രക്ഷയുമില്ല. പ്രായം ഇത്രത്തോളമായി എൻ്റെ കാര്യങ്ങളൊക്കെ അവസാനിക്കാറേയായിരിക്കുന്നു. ഞാൻ കർത്താവിന് വേണ്ടി ഒരുപാട് ഓടി അധ്വാനിച്ചു. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, പടിവാതിക്കൽ എത്തുമ്പോൾ ചില ആശ്വാസങ്ങൾ കിട്ടും, ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ ആദരവ്. എന്നാൽ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. കൂടെ നിന്നവർ ചതിക്കും, തള്ളിപ്പറയും. ദാവീദിനെ നോക്കുക. ദാവീദിൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ കടബാധയുള്ളവരും ഇടുക്കമുള്ളവരും ഞെരുക്കമുള്ളവനുമായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ അഭിഷേക തൈലവും അവൻ്റെ മേലുണ്ട്. എന്നിട്ടും അവൻ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പറയുന്നു, കർത്താവേ, ഈ ശൗലിൻ്റെ കയ്യാൽ ഞാൻ നശിക്കത്തേ ഉള്ളൂ. ചുറ്റും നിന്നവർ അവനെ എറിയുവാൻ കല്ലെടുത്തതായി നാം വായിക്കുന്നു. എങ്കിലും യാക്കോബ് തൻ്റെ ദൈവത്തിൽ ശരണപ്പെട്ടു. ഓരോ തകർച്ച വരുമ്പോഴും, ജീവിതത്തിൽ ഉടനീളം തകർച്ച വരുമ്പോഴും, ഉടനീളം ഇല്ലായ്മയിലുണ്ടാകുമ്പോഴും അവൻ തൻ്റെ ദൈവത്തിൽ ശക്തിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദൈവത്തിൻ്റെ പൈതലേ, ചുറ്റുമുള്ളവരെല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞിരിക്കാം. എൻ്റെ അപ്പം തിന്ന പ്രാണസ്നേഹിതൻ പോലും എനിക്ക് നേരെ കുതികാൽ ഉയർത്തുന്നു എന്ന് ദാവീദ് പറയുന്നു. അവന് രാജാധികാരം കിട്ടിയതിന് ശേഷവും സിംഹാസനത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടതായൊരു സാഹചര്യം വന്നപ്പോൾ അവൻ്റെ അപ്പം തിന്ന പ്രാണസ്നേഹിതൻ പോലും അവനെ ചതിക്കുന്നതായി നാം വായിക്കുന്നു. സകലരും അവനെ പ്രാകുവാനും അലയ്ക്കുവാനും തുടങ്ങി. അപ്പോഴും ആ പഴയ കടമുള്ളവരും ഇടുക്കമുള്ളവരും ഞെരുക്കമുള്ളവരും മാത്രം അവനോടൊപ്പം നിന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഒരുത്തനും എന്നെ സഹായിപ്പാൻ കഴിയാത്തതായ സാഹചര്യത്തിലേക്ക് എന്നുള്ള അവസ്ഥ ദാവീദിനുണ്ടായി. എന്നിട്ടും അവനറിയാം, അവനെ സഹായിപ്പാൻ കഴിവുള്ള സമ്പന്നനായ ഒരു പിതാവുണ്ട്. ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. അതുകൊണ്ട് ദൈവപൈതലേ, നിനക്കിനി ഒരു കൊയ്ത്ത് അവശേഷിച്ചിരിക്കുന്നു, നിനക്കിനി ഒരു ജീവിതം അവശേഷിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിനക്ക് ഉദ്ധാരണങ്ങളുടെ ദിവസമാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. അത് നീ അക്ഷരികമായി കാണുവാൻ പോകുകയാണ്. ദാവീദിനെ പോലെ ഇന്ന് പോൽക്കാലം യഹോവയിൽ, സർവശക്തനായ ദൈവത്തിൽ, നിൻ്റെ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക. നിൻ്റെ അതിരുകളെ മാറ്റുന്നവൻ, നിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നവൻ. നീ ഇപ്പോൾ ചതഞ്ഞ ഓട, ആ ഓട ഇനി ഒടിക്കേയുള്ളൂ രക്ഷ, ഇനി അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് കാണുന്നവർക്കെല്ലാം നിനക്കും തോന്നും, നിനക്കും മനസ്സിലാകും. അതാണ് അക്ഷരീയമായി കാണുന്നത്. എന്നാൽ ദൈവം പറയുന്നു, അവൻ അതിനെ ഒടിക്കത്തില്ല. ഈ തിരി എണ്ണ തീർന്ന് പുകയുകയാണ്, ഇനി അത് കത്തുകയില്ല എന്നത് തോന്നും. എന്നാൽ ആ പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയത്തില്ല. ഇന്നത്തെ ദിവസം അവനത് കത്തിക്കുവാൻ പോകുകയാണ്. നിനക്കെതിരെ എഴുന്നേൽക്കുന്ന എല്ലാ നാവുകളെയും നീ ന്യായം വിധിക്കുമെങ്കിൽ ഇന്ന് പൽക്കാലം, ഇന്നത്തെ ദിവസം നിൻ്റെ ദിവസമാണ്. കർത്താവിൽ ആനന്ദിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.